ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അർജുൻ്റെ രക്ഷാദൗത്യം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടെയാണ് വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിരിച്ച മുഖം മാത്രം ബാക്കിയാക്കിക്കൊണ്ട് അദ്ദേഹം യവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞു പോയിരിക്കുന്നു. ഇനിയൊരിക്കലും അർജുൻ്റെ ഒരു അവശേഷിപ്പും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഭാരത് ബെൻസ് ഉരുക്കുവണ്ടിയാണെന്ന് പറഞ്ഞ വണ്ടി യഥാർത്ഥത്തിൽ ആ അപകടത്തിൽ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. ഒരുപക്ഷേ വൻ സ്ഫോടനം സംഭവിക്കുകയോ അല്ലെങ്കിൽ വയനാട്ടിൽ സംഭവിച്ച ആ മാരകമായ കുത്തൊഴുക്ക് നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഒരുപക്ഷേ അത്തരത്തിലുള്ള അതിമാരകമായ കുത്തൊഴുക്കിൽപ്പെട്ട് ഛിന്നഭിന്നമായി ആ ട്രക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇനി ഒരുപക്ഷേ കിട്ടുകയാണെങ്കിൽ വളരെ ദുർബലമായി നശിച്ചുപോയ ആ ട്രക്കിൻ്റെ ചെയ്സ് മാത്രമേ കിട്ടുവാൻ ഒരു സാധ്യത കാണുന്നുള്ളൂ. മറ്റെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ സഹോദരൻ ആ വണ്ടിയിൽ ഉണ്ടാകുവാൻ 99% ഒരു ചാൻസുമില്ല. അതുകൊണ്ട് തന്നെ ചിരിക്കുന്ന മുഖത്തോടുകൂടെ അർജുൻ നമ്മെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖവും രൂപവും കാണാൻ ഒരിക്കലും ആർക്കും കഴിയുകയില്ല. അതാണ് നിലവിലെ സത്യം. കർണാടക ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാം എന്നതിലപ്പുറത്തേക്ക് ഈ രക്ഷാദൗത്യത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓരോ അപകടവും മരണവും ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഓരോ താക്കീതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതി അതിൻ്റെ വികൃതി പല വഴിയിലും വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നത്രയും കാലം പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടു കൂടെയും എല്ലാവരും കൈകോർത്തുകൊണ്ട് ജീവിക്കുക. പരസ്പര വിദ്വേഷവും വെറുപ്പും ഒന്നും വെച്ച് നടന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. സ്വന്തം മനസ്സിനെ വിദ്വേഷങ്ങൾക്ക് വേണ്ടി അടിമപ്പെടുത്തി നമ്മുടെ എനർജി ആവശ്യമില്ലാതെ ഉപയോഗിച്ച് ശരീരത്തെ തളർത്തുകയല്ലാതെ മറ്റൊരു കാര്യവും വിദ്വേഷം കൊണ്ടോ ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ നമുക്ക് നേടാനില്ല. എല്ലാവരും സ്നേഹത്തോടു കൂടെ ജീവിക്കുക, സന്തോഷത്തോടു കൂടെ ജീവിക്കുക. പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ ജീവിത ചുറ്റുപാടിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ആരോടുമൊന്നും ഉരയാടാതെ മായയായി മറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ ആത്മശാന്തി നേരുന്നു. എല്ലാവർക്കും എപ്പോഴും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.